എനിക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത തലമുറയ്ക്കോ അതിൻ്റെ അടുത്ത തലമുറയ്ക്കോ മറ്റേത് രാജ്യത്തെയും മനുഷ്യർക്ക് യാത്ര ചെയ്യുന്ന അതേ സ്പീഡിൽ യാത്ര ചെയ്യാൻ അവകാശമുണ്ടെന്ന് എനിക്കറിയാം. ഒരു ചൈനക്കാരന് മണിക്കൂറിൽ 400 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അവനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്കും അത് വേണം. ഇന്ത്യക്കാരനായിരുന്നു വിമാനം കണ്ടുപിടിച്ചതെങ്കിൽ അതിന് 200 കിലോമീറ്റർ സ്പീഡ് മതിയെന്ന് നിങ്ങൾ തീരുമാനിക്കുമായിരുന്നോ? ബോയിങ് വിമാനത്തിന് 800-900 കിലോമീറ്റർ സ്പീഡിൽ പറക്കുമ്പോൾ അതിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ? അപ്പോൾ വിമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്ര സ്പീഡായാലും കുഴപ്പമില്ല. മറ്റ് ഗതാഗത സംവിധാനത്തിന് വേണ്ടാന്ന് തീരുമാനിച്ചത് ഏത് വിദഗ്ധനാണെന്ന് എനിക്കറിയാൻ കൊള്ളാം. അടുത്ത വരുന്ന തലമുറകൾക്ക് 100 കിലോമീറ്റർ മതി സ്പീഡ് എന്ന് തീരുമാനിച്ച ആ ദീർഘദർശി ആരാണ്? പേര് പറയും. അതോ ഏതോ ഒരു മരമണ്ടൻ ഇരുന്ന് അയാളുടെ പറമ്പിൽ പോകാനും അയാളുടെ പാടത്ത് പോയി ഇറക്കാനും അല്ലെങ്കിൽ അയാളുടെ ആ പഞ്ചായത്തിൽ തന്നെയുള്ള പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്ക് ഇനി ട്രെയിനിലും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അയാൾ എടുത്തതാണോ വരാനിരിക്കുന്ന തലമുറകളൊന്നും സ്പീഡിൽ യാത്ര ചെയ്യേണ്ടതെന്ന്?